ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നമ്മുടെ ജീവിതത്തിൽ യോർദാൻ നദി കടക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ കടക്കുവാൻ കഴിഞ്ഞാലോ അനുഗ്രഹത്തിൻ്റെ ഇരട്ടി പങ്ക് നമ്മുടെ മേൽ വന്നു ചേരും. ഏലിയാവും ഏലീശയും അതാ യോർദാൻ നദിയുടെ മുൻപിലെത്തി. ആ നദി മരണയോർദാൻ എന്നാണ് അറിയപ്പെടുന്നത്. ആ നദിയിൽ വീണവരാരും രക്ഷപ്പെട്ടിട്ടില്ല. കരകവിഞ്ഞൊഴുകുന്ന ആ യോർദാൻ്റെ മുൻപിൽ കൃഷികളെല്ലാം നശിക്കും. ആ നദിയിൽ ഒരു മനുഷ്യൻ്റെ കോടാലി വീണപ്പോൾ ഏലീശ പ്രാർത്ഥിച്ചാണ് ആ കോടാലി പൊക്കിയെടുത്തത്. എല്ലാ രീതിയിലും ആ നദി മരണയോർദാൻ തന്നെ. ആർക്കും മറികടന്നു പോകാൻ കഴിയാത്ത ആ യോർദാൻ്റെ മുൻപിൽ ഏലിയാവ് തൻ്റെ പുതപ്പെടുത്ത് യോർദാനെ അടിച്ചപ്പോൾ ആ നദി രണ്ടായി മുറിഞ്ഞ് അക്കരെ കാണത്തക്കവണ്ണം ഒരു വഴിയായി മാറി. ഏലിയാവും ഏലീശയും അതുവഴി യോർദാൻ്റെ മറുകരയിലെത്തി. അവിടെ വെച്ചാണ് ഏലിയാവ് ഏലീശയോട് ചോദിക്കുന്നത്, നീ പറയുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അശ്വരഥങ്ങളിൽ ചുഴലിക്കാറ്റിൽ ദൈവപുരുഷനായ ഏലിയാവെ സ്വർഗത്തിലേക്ക് ദൈവം എടുക്കുമ്പോൾ തൻ്റെ സ്പിരിച്വൽ ഫാദറായ ഏലിയാവെ നോക്കി ഏലീശ പറയുന്നു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളിയും ആയവനെ എന്ന്. ആ സമയം ഏലിയാവിൻ്റെ മേൽ കിടന്ന പുതപ്പ് ഇരട്ടി ശക്തിയായി ഏലീശയുടെ മേൽ വന്നു വീഴുന്നു. എല്ലാ ഇരട്ടി പങ്കിന് മുൻപ് ഒരു യോർദാൻ നിന്റെ ജീവിതത്തിലുണ്ട്. മറികടക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ, ചില ആകുലതകൾ നിന്റെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ ഇരട്ടി പങ്ക് നിനക്ക് തരാമെന്ന വാഗ്ദത്തം പറഞ്ഞിട്ടുള്ള ദൈവം നിന്നെ യോർദാൻ്റെ മറുകരയിൽ എത്തിക്കും. ഏലിയാവിനേക്കാൾ വലിയവൻ നിനക്ക് മുൻപായി നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക. അവൻ മരണയോർദാനെ ജയിച്ചവനാണ്. മരണത്തിനപ്പുറം ഒരു ജീവനും ജീവിതവുമുണ്ടെന്ന് തെളിയിച്ചവനാണ്. മരണം ഒളിഞ്ഞിരിക്കുന്ന ഈ യോർദാനും നീ കടക്കും. കാരണം നിന്നെ കാത്തിരിക്കുന്നത് നിനക്ക് നൽകാമെന്ന് ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളാണ്. യേശയ്യാവ് 58:11. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയുമാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.